സിറിയയിലെ രാഷ്ട്രീയ അസ്ഥിരത മുതലെടുക്കാൻ ഐഎസിനെ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിൽ അമേരിക്കയും ഇസ്രായേലും. സിറിയയിലെ ഐഎസ് കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണമാണ് ഇരു രാഷ്ട്രങ്ങളും നടത്തിയത്. ബഷാർ അൽ അസദ് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട സാഹചര്യം തങ്ങൾക്ക് അനുകൂലമാക്കാൻ ഐഎസ് ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. ഐഎസിനെ നിയന്ത്രിക്കാൻ ഉറച്ച തീരുമാനമെടുത്തിരിക്കുകയാണ് ഇസ്രയേലും അമേരിക്കയും. ബഷാർ അൽ അസദ് പുറത്താക്കപ്പെട്ടതിനെ തുടർന്ന് ഇസ്രയേലും അമേരിക്കയും സിറിയയിലെ ഐഎസ് കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി. ഗൊലാൻ കുന്നുകളിലെ സിറിയൻ നിയന്ത്രിത മേഖലകളിലായിരുന്നു ഇസ്രയേൽ ആക്രമണം. അതിർത്തിയിലെ ബഫർ സോണിന്റെ പൂർണ്ണമായ നിയന്ത്രണം ഇസ്രയേൽ ഏറ്റെടുത്തു കഴിഞ്ഞു. കിഴക്കൻ സിറിയ കേന്ദ്രീകരിച്ച് നടന്ന ആക്രമണത്തിൽ മനുഷ്യജീവനുകൾ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അമേരിക്ക അറിയിച്ചു. B-52 സ്ട്രാറ്റോഫോർട്രസ് വിമാനവും ചെറു യുദ്ധവിമാനങ്ങളും ആക്രമണത്തിന്റെ ഭാഗമായി. കിഴക്കൻ സിറിയയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആക്രമണങ്ങൾ ഏകോപിപ്പിച്ചത്. അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതിനാൽ സിറിയയിൽ മറ്റൊരു IS ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകാതിരിക്കാനുള്ള നടപടിയാണ് ഇസ്രയേലും അമേരിക്കയും സ്വീകരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.